ഹായ് ഓൾ, ഇറ്റ്സ് മീ ആദർശ്. വെൽക്കം ബാക്ക് ടു മലബാർ ട്രേഡർ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് കമ്പനിയിൽ കണ്ട പോലെ തന്നെ ഡെൽറ്റ എക്സ്ചേഞ്ച് ഇന്ത്യയിൽ എങ്ങനെ ഒരു അക്കൗണ്ട് എടുക്കുക എന്നുള്ളതും അതേപോലെ ഡെൽറ്റ എക്സ്ചേഞ്ച് ഇന്ത്യൻ്റെ കുറച്ച് ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ അതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെയാണ്. അതേപോലെ ഡെൽറ്റ എക്സ്ചേഞ്ച് ഇന്ത്യയിൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുക ക്രിപ്റ്റോ കറൻസീൻ്റെ ഫ്യൂച്ചറിലും ഓപ്ഷൻസിലാണ്. ഡയറക്റ്റ് ക്രിപ്റ്റോ കറൻസിയിൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റില്ല. അതായത് ക്രിപ്റ്റോ കറൻസി പറയുമ്പോൾ ബിറ്റ് കോയിൻ, ഇതേറിയം അങ്ങനത്തെ ഓരോ ക്രിപ്റ്റോ കറൻസി ഉണ്ടാവും. അതിൽ നമുക്ക് ഡയറക്റ്റ് അതൊന്നും മേടിക്കാനും കഴിയില്ല, വിൽക്കാനും കഴിയില്ല. നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുക അതിൻ്റെ ഫ്യൂച്ചറിലും ഓപ്ഷൻസിലായിരിക്കും. അതുകൊണ്ട് തന്നെ അതിന് കുറച്ച് ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ടാക്സിൻ്റെ ടേംസിലൊക്കെ നോക്കുമ്പോൾ. അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ക്രിപ്റ്റോ കറൻസിൻ്റെ ഫ്യൂച്ചറിൽ ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഡെൽറ്റ എക്സ്ചേഞ്ച് ഇന്ത്യ എന്ന് പറയുന്നത്. ഡെൽറ്റ എക്സ്ചേഞ്ച് ഇന്ത്യ ഉണ്ട്, അതേപോലെ വെറും ഡെൽറ്റ എക്സ്ചേഞ്ച് ഉണ്ട്, ഗ്ലോബലായിട്ടുള്ളൊരു പ്ലാറ്റ്ഫോം. നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡെൽറ്റ എക്സ്ചേഞ്ച് ഇന്ത്യയാണ്. അത് ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്, അതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഡെൽറ്റ എക്സ്ചേഞ്ച് ഇന്ത്യ എന്ന് പറഞ്ഞത് ഇന്ത്യയിൽ ലീഗലായിട്ടുള്ള ഒരേ ഒരു പ്ലാറ്റ്ഫോമാണ്. അതായത് FIU, ഫൈനാൻഷ്യൽ ഇൻ്റലിജൻസ് യൂണിറ്റ് ഓഫ് ഇന്ത്യ ആയിട്ട് ഇന്ത്യൻ്റെ അണ്ടറിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരേ ഒരു എൻറ്റിറ്റിയാണ് ഈ ഡെൽറ്റ എക്സ്ചേഞ്ച് ഇന്ത്യ എന്ന് പറഞ്ഞത്. അപ്പോൾ ക്രിപ്റ്റോ കറൻസിയിൽ നമുക്ക് ഇന്ത്യയിൽ ട്രേഡ് ചെയ്യാൻ പറ്റും. ക്രിപ്റ്റോ കറൻസിയിൽ ഡയറക്റ്റ് ആയിട്ടല്ല നമ്മൾ ട്രേഡ് ചെയ്യാം. ക്രിപ്റ്റോ കറൻസിൻ്റെ ഫ്യൂച്ചറിലായിരിക്കും ഈ ഡെൽറ്റ എക്സ്ചേഞ്ച് ഇന്ത്യ വഴി നമ്മൾ ട്രേഡ് ചെയ്യാം. അപ്പോൾ ക്രിപ്റ്റോ കറൻസിൻ്റെ ഫ്യൂച്ചറിലും ഓപ്ഷൻസിലൊക്കെ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുന്ന ലീഗലായിട്ടുള്ള ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു ബ്രോക്കറാണ് ഈ ഡെൽറ്റ എക്സ്ചേഞ്ച് ഇന്ത്യ എന്ന് പറഞ്ഞത്. സോ ആ കാര്യങ്ങൾ ആലോചിച്ച് നമ്മൾ ഒട്ടും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല ലീഗാലിറ്റി ഒക്കെ. കാരണം പല ബ്രോക്കേഴ്സും ഇല്ലീഗലാണ്. ഇന്ത്യയിൽ നമുക്ക് ട്രേഡ് ചെയ്യുന്നതിന് ലീഗലായിട്ടുള്ള ഒരുപാട് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വരും. പക്ഷേ ഡെൽറ്റ എക്സ്ചേഞ്ച് ഇന്ത്യയിൽ അങ്ങനത്തെ യാതൊരു പ്രശ്നവുമില്ല. കംപ്ലീറ്റ്ലി ലീഗൽ ആൻഡ് രജിസ്റ്റേർഡ് അണ്ടർ FIU ആണ്. ഓക്കെ, ഇനി വേറൊരു പോയിന്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഈ ഡെൽറ്റ എക്സ്ചേഞ്ച് ഇന്ത്യയിൽ ഫണ്ടും മാർജിന് PNL ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ INR-ലായിരിക്കും കാണിക്കുക. അതായത് ഇന്ത്യൻ റുപ്പീസിൽ തന്നെ ആയിരിക്കും കാണിക്കാം. അതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടെ കൺവീനിയൻ്റ് ആയിരിക്കും ഉപയോഗിക്കാനും കാര്യങ്ങളൊക്കെ. ഈ ഡോളറിലേക്ക് കൺവേർട്ട് ചെയ്ത് അവിടെ നിന്ന് ഇങ്ങോട്ട് അയക്കുക. അതായത് $1 വരുമ്പോൾ ഇത്ര ആയിരിക്കും, അപ്പോൾ $1 വരുമ്പോൾ ഇത്ര ആയിരിക്കും. അങ്ങനെയുള്ള കൺഫ്യൂഷൻസിൻ്റെ കാര്യങ്ങളൊന്നും ആവശ്യമില്ല. നമുക്ക് ഫണ്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യൻ റുപ്പീസിലായിരിക്കും അതിൽ കാണിക്കുക. ഫണ്ട് മാർജിൻ അതേപോലെ നമ്മൾ PNL അടക്കം ഇന്ത്യൻ റുപ്പിയിലായിരിക്കും നമുക്ക് കാണിക്കാം. അതുകൊണ്ട് ഓവർ കോംപ്ലിക്കേഷനും കാര്യങ്ങളൊന്നുമില്ല. വളരെ സിമ്പിളായിരിക്കും നമുക്ക് ഉപയോഗിക്കാനും മനസ്സിലാക്കാനും ഒക്കെ. പിന്നെ വേറൊരു പോയിന്റ്, ഈസി ടു ആഡ് ആൻഡ് വിഡ്രോ ഫണ്ടാണ്. അതായത് വളരെ എളുപ്പത്തിൽ ഒറ്റ ക്ലിക്കിൽ നമുക്ക് UPI വഴി 1 ലക്ഷം വരെയുള്ള എമൗണ്ട് UPI വഴി ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും, ആഡ് ചെയ്യാനും അതേപോലെ വിഡ്രോ ചെയ്യാനും പറ്റും. ഇനി അതിൽ മേലുള്ളതാണെന്നുണ്ടെങ്കിൽ ബാങ്ക് ട്രാൻസ്ഫർ വഴി ഈസി ആയിട്ട് നമുക്ക് ആഡ് ചെയ്യാനും വിഡ്രോ ചെയ്യാനും പറ്റും. സോ ആ വക കാര്യങ്ങളൊക്കെ വളരെ സിമ്പിളായിട്ട് നടക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഡെൽറ്റ എക്സ്ചേഞ്ച് ഇന്ത്യ എന്ന് പറയുന്നത്. പിന്നെ 30% ടാക്സ്. ഈ ക്രിപ്റ്റോ കറൻസിയിൽ കുറച്ച് മുന്നേ ഒരു നിയമം കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ക്രിപ്റ്റോ കറൻസിയിലൂടെ നമ്മൾ ഉണ്ടാക്കുന്ന പ്രോഫിറ്റ്സിൻ്റെ മേലെ നമുക്ക് 30% ഡയറക്റ്റ് ടാക്സ് അടയ്ക്കണമെന്ന്. ബാക്കി പല ഇൻകത്തിൻ്റെ മുകളിലും വളരെ കുറവേ വരുള്ളൂ. പക്ഷേ ഈ ക്രിപ്റ്റോ കറൻസിയിൽ ഉണ്ടാക്കുന്നതിൻ്റെ മേലെ ഫ്ലാറ്റ് 30% ആണെന്നാണ് പറഞ്ഞത്. അതായത് ഇപ്പോൾ ഒരു 10 രൂപ ഉണ്ടാക്കുകയാണെങ്കിൽ പോലും അതിൻ്റെ 30% നമ്മൾ അടയ്ക്കേണ്ടി വരും. അതിന് വേറെ ലിമിറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഡയറക്റ്റ് ഫ്ലാറ്റ് 30% ആണ്. പക്ഷേ ഈ ഡെൽറ്റ എക്സ്ചേഞ്ചിൽ നമ്മൾ ട്രേഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡയറക്റ്റ് ക്രിപ്റ്റോ കറൻസിയിലല്ല ചെയ്യുന്നത്, ക്രിപ്റ്റോ കറൻസിൻ്റെ ഫ്യൂച്ചറിലും ഓപ്ഷൻസിലുമാണ്. അതുകൊണ്ട് തന്നെ ഈ ഫ്ലാറ്റ് 30% ടാക്സേഷൻ എന്ന് പറഞ്ഞ സംഭവം ഈ ഡെൽറ്റ എക്സ്ചേഞ്ചിലൂടെ നമ്മൾ ഉണ്ടാക്കുന്ന പ്രോഫിറ്റിന് വരില്ല. ഓക്കെ, സോ നോർമൽ ടാക്സേഷൻ നമ്മൾ സാധാരണ നമുക്ക് കിട്ടുന്ന ഇൻകം ഏതൊക്കെ സ്ലാബിലാണ് വരുന്നത് അതിനനുസരിച്ചിട്ടുള്ള ടാക്സേഷൻ മാത്രമേ ഇതിൽ വരുള്ളൂ, ഈ ഡെൽറ്റ എക്സ്ചേഞ്ചിലൂടെ നമ്മൾ ഉണ്ടാക്കുന്ന പ്രോഫിറ്റിന് വരുള്ളൂ. പിന്നെ വേറൊരു പോയിന്റ് എന്ന് പറഞ്ഞത് ക്യാൻ സ്റ്റാർട്ട് വിത്ത് വെരി ലെസ് ക്യാപിറ്റൽ എന്നുള്ളതാണ്. അതായത് നമുക്ക് വളരെ ചെറിയ ക്യാപിറ്റൽ വെച്ചിട്ട് തന്നെ ഇതിൽ ട്രേഡിങ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. 500 രൂപ അല്ലെങ്കിൽ 1000 രൂപയൊക്കെ വെച്ചിട്ട് തന്നെ നമുക്ക് ട്രേഡ് ചെയ്ത് പഠിക്കാൻ പറ്റും. ഡെമോ ട്രേഡ്സ് അല്ല, റിയൽ മണി വെച്ചിട്ട് തന്നെ വെറും 500-1000 രൂപയൊക്കെ വെച്ചിട്ട് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ ട്രേഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ വരുന്നതൊക്കെ നോക്കാൻ പറ്റും. അതിൻ്റെ ബ്രോക്കറേജിനെ പറ്റിയൊക്കെ ഒരു ഐഡിയ കിട്ടും. നമുക്ക് ട്രേഡിങ് നമ്മുടെ സ്ട്രാറ്റജിയൊക്കെ ചെയ്ത് നോക്കിയിട്ട് അതിൽ ഇത്ര പ്രോഫിറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൽ എത്ര പെർസെൻറ്റേജ് ടാക്സ് ആയിട്ട് പോകും, അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി, അല്ലെങ്കിൽ ചാർജസ് എത്ര വരും, ബ്രോക്കറേജ് എത്ര വരും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. വെറും 500 രൂപ അല്ലെങ്കിൽ 1000 രൂപയൊക്കെ വെച്ചിട്ട് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു ബിഗിനറിനെ സംബന്ധിച്ച്, പഠിക്കാൻ വരുന്ന ഒരാളെ സംബന്ധിച്ച് വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും ഇല്ലാതെ നല്ല രീതിയിൽ ചെറിയ ക്യാപിറ്റൽ വെച്ചിട്ട് തന്നെ ചെയ്ത് തുടങ്ങാൻ പറ്റും. പിന്നെ അടുത്തൊരു പോയിന്റ് എന്ന് പറഞ്ഞത് ക്യാൻ ട്രേഡ് അറ്റ് എനി ടൈം എന്നുള്ളതാണ്. അതായത് 24/7 ഈ ക്രിപ്റ്റോ മാർക്കറ്റ് ഓപ്പൺ ആണ്.
അതുകൊണ്ട് നമ്മളെ വർക്കോ അല്ലെങ്കിൽ നമ്മൾ സ്റ്റുഡൻ്റ് ആണ് അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന ആളാണ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പരിപാടി ഉണ്ട്, അങ്ങനത്തെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമുക്കൊരു വിഷയമില്ല. ഇതിൽ നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ടൈമിൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ പകലാണെങ്കിൽ പകൽ, രാത്രി ആണെങ്കിൽ രാത്രി, ഈവനിങ് ആണെങ്കിൽ അങ്ങനെ. അതെല്ലാം നമുക്ക് എപ്പോഴാണോ ഫ്രീ ആയിട്ട് ടൈം കിട്ടുന്നത്, ട്രേഡ് ചെയ്യാൻ നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ടൈം എപ്പോഴാണോ, ഇനി സൺഡേ സാറ്റർഡേ മാത്രമാണെന്നുണ്ടെങ്കിൽ അങ്ങനെ. അപ്പോൾ നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ടൈമിൽ നമുക്ക് ട്രേഡിംഗ് പാനൽ ഓപ്പൺ വെച്ചിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റും. കാരണം 24/7 ഈ മാർക്കറ്റ് ഓണാണ്, ക്രിപ്റ്റോ മാർക്കറ്റ്. അപ്പോൾ ഇത്രയും ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഈ ഡെൽറ്റ എക്സ്ചേഞ്ച് ഇന്ത്യയിൽ നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് എങ്ങനെ ഒരു അക്കൗണ്ട് എടുക്കാം, ഈ ഡെൽറ്റ എക്സ്ചേഞ്ച് ഇന്ത്യയിൽ എങ്ങനെ നമുക്കൊരു അക്കൗണ്ട് ഓപ്പൺ ആക്കാം എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. ഈ ഡെൽറ്റ എക്സ്ചേഞ്ചിൽ നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഡെൽറ്റ എക്സ്ചേഞ്ച് ഇന്ത്യയിൽ തന്നെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം എന്നുള്ളതാണ്. അതായത് ഡെൽറ്റ എക്സ്ചേഞ്ചിന് വെറും ഡെൽറ്റ എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അത് ഗ്ലോബലി ഉള്ളൊരു പ്ലാറ്റ്ഫോമാണ്. അതിൽ നമ്മൾ ഡോളറിലും BTSTയിലൊക്കെ ആയിരിക്കും ട്രേഡും കാര്യങ്ങളൊക്കെ വരിക. ഈ ഇന്ത്യൻ റുപ്പി INR ആയിരിക്കില്ല. സോ ഞാൻ നേരത്തെ പറഞ്ഞ കുറേ ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നത് ഡെൽറ്റ എക്സ്ചേഞ്ച് ഇന്ത്യയിൽ തന്നെ ആയിരിക്കണം. സോ അതിലൊരു കൺഫ്യൂഷൻ വരാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, എൻ്റെ റെഫറൽ ലിങ്കാണ്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ഡെൽറ്റ എക്സ്ചേഞ്ച് ഇന്ത്യയിൽ തന്നെ ആയിരിക്കും അക്കൗണ്ട് ഓപ്പൺ ആവും. അപ്പോൾ ഒരിക്കലും ഡെൽറ്റ എക്സ്ചേഞ്ച് ഡയറക്റ്റ് മറ്റേ ഡെൽറ്റ എക്സ്ചേഞ്ചിൽ പോയി അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് പോയത്, അതിൻ്റെ സിമ്പിൾ തന്നെ വ്യത്യാസമുണ്ട് കളറിലും കാര്യങ്ങളിലൊക്കെ. അപ്പോൾ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവും. സോ അതൊന്ന് കെയർഫുൾ ആയിരിക്കുക. ഡെൽറ്റ എക്സ്ചേഞ്ചിലല്ല അക്കൗണ്ട് ഓപ്പൺ ചെയ്യേണ്ടത്, ഡെൽറ്റ എക്സ്ചേഞ്ച് ഇന്ത്യയിലാണ്. അപ്പോൾ ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കിട്ടുക. അതിൽ നമ്മൾ നേരെ പോയി സൈനപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം അവിടെ, അത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ചെറിയൊരു ഇൻ്റർഫേസ് വരും. അതിൽ ഡയറക്റ്റ് ഗൂഗിൾ വഴി തന്നെ ചെയ്താൽ മതി. ഇവിടെ ഒരു ഗൂഗിൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. നമ്മൾ ഓൾറെഡി ഗൂഗിൾ അക്കൗണ്ട് ഉണ്ടല്ലോ, ആ അക്കൗണ്ട് വഴി തന്നെ നമുക്ക് ഇതിലും അക്കൗണ്ട് എടുക്കാൻ പറ്റും. അപ്പോൾ ഗൂഗിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ലോഗിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു അക്കൗണ്ട് കാണിക്കും. അതായത് നമ്മുടെ സിസ്റ്റത്തിൽ ചെയ്ത് വെച്ചിരിക്കുന്ന ഇമെയിൽ ID കാര്യങ്ങളൊക്കെ അതിൽ കണ്ടിന്യൂ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ അക്കൗണ്ട് റെഡി ആവും. ഓക്കെ, യുവർ അക്കൗണ്ട് ഈസ് ക്രിയേറ്റഡ് എന്നാണ് അവിടെ കാണിക്കുന്നത്. അതായത് നമ്മൾ അക്കൗണ്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാങ്ക് അക്കൗണ്ട് വെരിഫിക്കേഷൻ, അങ്ങനത്തെ കുറച്ച് വെരിഫിക്കേഷൻ പ്രോസസ്സും കാര്യങ്ങളൊക്കെ ഉള്ളൂ. നമ്മൾ അക്കൗണ്ട് ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഗെറ്റ് വെരിഫൈഡ് ടു സ്റ്റാർട്ട് ട്രേഡ് എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡെൽറ്റ എക്സ്ചേഞ്ച് വാണ്ട്സ് ടു ക്യാമറ ആക്സസ് ചെയ്യാനുള്ളൊരു സംഭവം വരും. അതിൽ അലൗ ദിസ് ടൈമോ അല്ലെങ്കിൽ അലൗ വൈൽ വിസിറ്റിംഗ് ദ സൈറ്റ് എന്തെങ്കിലും കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ അലൗ ദിസ് ടൈമാണ് കൊടുത്തത്, ഈ ഒരു സമയത്തേക്ക് മാത്രം. ഇനി അതിൽ KYC വെരിഫിക്കേഷൻ ഉള്ളൊരു പേജാണ് ഇപ്പോൾ ഓപ്പൺ ആയി വന്നത്. അതിൽ വെരിഫൈഡ് ഫോൺ നമ്പർ, ആധാർ കാർഡ്, പാൻ കാർഡ്, ഒരു സെൽഫി വെരിഫിക്കേഷനും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അതിൽ വെരിഫൈ ചെയ്യേണ്ടത്. വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അൺലിമിറ്റഡ് ഡെയിലി വിഡ്രോവലും അതേപോലെ അൺലിമിറ്റഡ് ലൈഫ് ടൈം വിഡ്രോവലും കിട്ടും. ഡെയിലി എത്ര വേണമെങ്കിലും വിഡ്രോ ചെയ്യാം, അതിന് ലിമിറ്റൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് വെരിഫൈ കൊടുക്കണം. അതിൻ്റെ മുന്നേ ഇവിടെ ഇൻഡിവിജ്വലും നോൺ ഇൻഡിവിജ്വലും പറഞ്ഞ് 2 ഓപ്ഷൻ. അതിൽ നമ്മൾ ഇൻഡിവിജ്വലാണ് കൊടുക്കേണ്ടത്. അതിൽ വെരിഫൈ നൗ കൊടുത്തിട്ട് നമ്മുടെ ഫോൺ നമ്പർ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വെരിഫൈ ഫോൺ നമ്പർ എന്ന് പറഞ്ഞ ഓപ്ഷനാണ്, അത് ക്ലിക്ക് ചെയ്യുക. അതൊരു ചെറിയൊരു കോഡ് നമ്മളെ നമ്പറിലേക്ക് വരും. ആ ഒരു കോഡ് നമുക്ക് അവിടെ അടിച്ചു കൊടുക്കാം. കോഡ് അടിച്ചു കൊടുത്തതിന് ശേഷം അടിയിലുള്ള ഈ സബ്മിറ്റ് കോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്താൽ നമ്മളെ ഫോൺ നമ്പർ വെരിഫൈ ആയി. പിന്നെ കണ്ടിന്യൂ വിത്ത് ID വെരിഫിക്കേഷൻ കൊടുക്കാം. അത് കൊടുത്തു കഴിഞ്ഞാൽ പുതിയൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും. ഇത് നമ്മളെ പേഴ്സണൽ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ വെരിഫൈ ചെയ്യാനുള്ളൊരു പേജാണ്. അതിൽ നമ്മളിവിടെ പാൻ നമ്പറും അതേപോലെ ഫുൾ നെയിം ഓൺ പാൻ, നമ്മൾ പാൻ കാർഡിൻ്റെ മേലുള്ള നമ്മളെ ഫുൾ നെയിം, അത് രണ്ടുമാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. ആ രണ്ടും ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം കണ്ടിന്യൂ വിത്ത് ഡിജിലോക്കർ അടിക്കണം. അപ്പോൾ ആദ്യം നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ അത് രണ്ടും കൂടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്, പാൻ നമ്പറും അതേപോലെ നമ്മളെ ഫുൾ നെയിം ഓൺ പാൻ, അത് രണ്ടും ടൈപ്പ് ചെയ്തതിന് ശേഷം കണ്ടിന്യൂ വിത്ത് ഡിജിലോക്കർ അടിക്കാം. അടിച്ചു കഴിഞ്ഞ സമയത്ത് പ്രോസസ്സിംഗ് ഡാറ്റ പ്ലീസ് വെയിറ്റ് ഡു നോട്ട് റിഫ്രഷ് ഓർ ക്ലോസിങ്. അപ്പോൾ ഇങ്ങനെ ഒരു ലോഡാവുന്നൊരു സംഭവം വരും. അത് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം നമുക്ക്. അത് പ്രോസസ്സായതിനു ശേഷം പുതിയൊരു പേജിലേക്കാണ് നമ്മൾ പോവുക. പുതിയ ഈ ആധാർ കാർഡ് വെരിഫൈ ചെയ്യാനുള്ള പുതിയൊരു പേജാണ്. സോ അതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കാം. എന്നിട്ട് നമ്മളെ ആധാർ കാർഡ് നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ആധാർ കാർഡ് നമ്പറും അതിൻ്റെ കൂടെ അടിയിലുള്ള ഒരു ക്യാപ്ച കോഡ് ഉണ്ട്, അതും കൂടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നെക്സ്റ്റ് അടിച്ചു കൊടുക്കാം. നെക്സ്റ്റ് അടിച്ചു കൊടുത്താൽ നമ്മളെ മൊബൈലിലേക്ക് ഒരു OTP വന്നിട്ടുണ്ടാവും. ആ ഒരു OTP നമുക്കവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. OTP ടൈപ്പ് ചെയ്തെടുത്തതിന് ശേഷം കണ്ടിന്യൂ കൊടുക്കാം. കണ്ടിന്യൂ കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ 6 ഡിജിറ്റ് ചെക്ക് ചെയ്ത് നെവർ കൊടുത്താൽ മതി. സേവ് പാസ്വേഡ് എന്നുള്ള ഓപ്ഷനിൽ നെവർ കൊടുത്താൽ മതി. അതിനുശേഷം ഇവിടെ 6 ഡിജിറ്റ് സെക്യൂരിറ്റി പിൻ അടിക്കാനുള്ളൊരു ഓപ്ഷൻ വരും. ആ ഒരു ഏരിയയിൽ നമുക്ക് ഓൾറെഡി ആ ഒരു പിൻ അറിയാമെന്നുണ്ടെങ്കിൽ ആ പിൻ അടിച്ചു കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഫൊർഗറ്റ് സെക്യൂരിറ്റി പിൻ അടിച്ചു കൊടുത്താൽ മതി. അതായത് നമ്മൾ ഡിജി ലോക്കറിൽ ഓൾറെഡി രജിസ്റ്റർ ചെയ്ത് നമ്മൾ എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സിനൊക്കെ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഡിജി ലോക്കറിൽ പണ്ടെപ്പോഴെങ്കിലൊക്കെ ചെയ്തിട്ടുണ്ടാവും. അല്ല ഡ്രൈവിംഗ് ലൈസൻസിനോ RC ബുക്കിനോ
അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഡിജി ലോക്കറിൽ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇനി അഥവാ ചെയ്തില്ലാണ്ടെങ്കിൽ ഡിജി ലോക്കറിൽ ആദ്യം രജിസ്റ്റർ ചെയ്യണം. അതിനുശേഷം ഇവിടെ വരിക. ഇനി അതല്ല ചെയ്തതിന് ശേഷം പാസ്വേഡ് മറന്നു പോയതാണെങ്കിൽ ഫോർഗോട്ട് സെക്യൂരിറ്റി പിൻ അടിച്ചു കൊടുത്താൽ മതി. അങ്ങനെ അടിച്ചു കൊടുത്തതിന് ശേഷം ആ സെക്യൂരിറ്റി പിന്നും കാര്യങ്ങളൊക്കെ റെഡി. എനിക്കിപ്പോൾ ഓൾറെഡി അറിയാം സെക്യൂരിറ്റി പിൻ, അതുകൊണ്ട് ഞാൻ ഡയറക്റ്റ് ഇവിടെ അടിക്കുകയാണ്. സോ അങ്ങനെ അറിയാത്ത ആൾക്കാർ അതൊന്ന് റെഡി ആക്കിയതിന് ശേഷം ആ ഒരു 6 ഡിജിറ്റ് സെക്യൂരിറ്റി പിൻ ഇവിടെ അടിച്ചു കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് അടിയിലുള്ള ഈ കണ്ടിന്യൂ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഡിജി ലോക്കറിലുള്ള എല്ലാ ഡീറ്റെയിൽസും അവർക്ക് എടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പെർമിഷനാണ്. അത് നമ്മളെല്ലാം ചെയ്ത് കൊടുത്താലേ സംഭവം അവർക്ക് എടുക്കാൻ കഴിയുള്ളൂ. സോ അത് അലോ ചെയ്യാനുള്ളൊരു ഓപ്ഷനാണ് ഇവിടെ അടിയിൽ വന്നത്. നമ്മുടെ പാനിൻ്റെയും ആധാർ കാർഡിൻ്റെയും എല്ലാ ഡീറ്റെയിൽസും ഇതിനെടുക്കാൻ പറ്റുന്ന രീതിയിൽ KYC വെരിഫൈ ചെയ്യാൻ എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ്. അത് അലോ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അത് അലോ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ വീണ്ടും പ്രോസസ്സിംഗ് ഡാറ്റ പ്ലീസ് വെയിറ്റ് ഡു നോട്ട് റിഫ്രഷ് ഓർ ക്ലോസ് എന്ന് പറഞ്ഞൊരു സംഭവമാണ്. അത് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. അങ്ങനെ വെയിറ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ഡിജി ലോക്കറിലുള്ള എല്ലാ ഡീറ്റെയിൽസും ഇവിടെ കാണാം. നമ്മളെ ഫോട്ടോ, അതേപോലെ നമ്മളെ അഡ്രസ്സ്, ഡേറ്റ് ഓഫ് ബർത്ത്, എല്ലാ ഡീറ്റെയിൽസും ഇവിടെ കാണാം. പിൻകോഡ്, സ്റ്റേറ്റ്, ലാൻഡ്മാർക്ക്, എല്ലാ സംഭവം കാണാം. അതിലേറ്റവും അടിയിൽ പോയി നോക്കി കഴിഞ്ഞാൽ കണ്ടിന്യൂ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. ആ ഒരു കണ്ടിന്യൂവിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നെക്സ്റ്റ് പേജിലേക്ക് പോകാം. പ്രോസസ്സിംഗ് ഡാറ്റ പ്ലീസ്. ഇനി നമ്മളെ ഫോട്ടോ ഒരു സെൽഫി വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് ഉണ്ട്. ആ ഒരു പേജിലേക്കാണ് നമ്മൾ എത്തിയത്. അപ്പോൾ അതിനോട് കുറച്ച് പ്രോ ടിപ്സ് എന്നൊക്കെ പറഞ്ഞാൽ എഴുതിയിട്ടുണ്ട്. അതായത് നമ്മളെ തല ആ ഒരു റൗണ്ട് നടക്കുന്ന റൗണ്ടിൻ്റെ ഉള്ളിൽ വരണം, ലൈറ്റ് വേണമെന്നൊക്കെ പറഞ്ഞിട്ടാണ്. അതിൽ അലൗ ദിസ് ടൈം അടിച്ചു കൊടുക്കാം. അലൗ ദിസ് ടൈം അടിച്ചു കൊടുത്താൽ നമ്മളെ ക്യാമറ ഓപ്പൺ ആയി വരുന്നത് കാണാം. അതിൽ നമ്മളെ ഹെഡ് കറക്റ്റ് ആ ഒരു സർക്കിളിൻ്റെ ഉള്ളിൽ വരുന്ന രീതിയിൽ പ്ലേസ് ചെയ്തതിന് ശേഷം കറക്റ്റായിട്ട് അലൈൻ ചെയ്ത് വെക്കുക. നല്ല വെളിച്ചം കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലത്ത് നിന്ന് ഒരു സെൽഫി റെഡി ആക്കിയതിന് ശേഷം അടിയിൽ ഒരു ക്യാമറേൻ്റെ സിമ്പിൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ നമ്മളെ ഫോട്ടോ അതിൽ റെഡി ആയിട്ട് വരും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ പ്രോസസ്സിംഗ് ഡാറ്റ എന്നൊക്കെ പറഞ്ഞതിന് ശേഷം നമ്മൾ ആ ഫോട്ടോ അവിടെ ഒരു കാണിക്കും. അത് ഓക്കെ ആണെങ്കിൽ നമുക്ക് അടിയിൽ കണ്ടിന്യൂ എടുക്കാം. അതല്ലാണ്ടെങ്കിൽ മാറ്റിയെടുക്കാനുള്ള ഓപ്ഷൻ അവിടെ ഉണ്ട്. ഒഴിവാക്കിയിട്ട് വേറെ പുതിയ ഇതും വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ നമ്മളത് കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുത്തതിന് ശേഷം വീണ്ടും പുതിയൊരു പേജിലേക്ക് വരും. അവിടെ നമ്മളെ ഒക്യുപ്പേഷനും വാട്ട് ഈസ് യുവർ ആനുവൽ ഇൻകം ഒക്കെ ഉണ്ട്. അതിൽ ഒക്യുപ്പേഷൻ നമുക്ക് എംപ്ലോയിഡ് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ആനുവൽ ഇൻകം ഒരു 1 to 5 lakh സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം പ്രോസസ്സൊക്കെ കംപ്ലീറ്റ് നമ്മൾ അഡീഷണൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആഡ് ആയിട്ടുണ്ട്. സബ്മിറ്റിംഗ് ഡാറ്റ പ്ലേസ് വെയിറ്റ്. താങ്ക് യു, യുവർ ഡീറ്റെയിൽസ് ഹാവ് ബീൻ സക്സസ്ഫുള്ളി ക്യാപ്ചർഡ്, യു വിൽ ബി ഗെറ്റിംഗ് ബാക്ക് ടു യു ഷോർട്ട്ലി, യുവർ ജേർണി ഈസ് കംപ്ലീറ്റ്. അപ്പോൾ നമ്മൾ അക്കൗണ്ട് കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇവിടെ എല്ലാ വെരിഫിക്കേഷനും, ഫോൺ വെരിഫിക്കേഷൻ, ആധാർ കാർഡ്, പാൻ കാർഡ്, സെൽഫി, എല്ലാ കാര്യങ്ങളും നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യാനാണ്. അതിനിവിടെ ആഡ് ബാങ്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളെ അക്കൗണ്ട് നമ്പർ, IFSC കോഡൊക്കെ ചോദിച്ചിട്ടൊരു പേജ് വരും. അവിടെ നമ്മളെ അക്കൗണ്ട് നമ്പർ അടിച്ചു കൊടുക്കാം. അതിനുശേഷം IFSC കോഡും അടിച്ചു കൊടുക്കാം. അതിനുശേഷം അടിയിലുള്ള ഈ ആഡ് ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ അടുത്തൊരു OTP ചോദിക്കും. ആ OTP നമ്മൾ ഇമെയിലിൽ നോക്കിയാൽ കിട്ടും. ഇമെയിലിലുള്ള OTP അവിടെ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം സബ്മിറ്റ് OTP ചെയ്ത് കൊടുക്കാം. OTP സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാങ്ക് അക്കൗണ്ട് വെരിഫിക്കേഷൻ, വി ആർ ഡെപ്പോസിറ്റിംഗ് ₹1 ഇൻ യുവർ ബാങ്ക് അക്കൗണ്ട്. അതായത് നമ്മളെ അക്കൗണ്ടിലേക്ക് ₹1 വരെ അയച്ചിട്ടുണ്ട്. ബാങ്കിലെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയാൽ കാണാൻ കഴിയും. അപ്പോൾ നമ്മളെ ബാങ്ക് അക്കൗണ്ട് സക്സസ്ഫുള്ളി ആഡ് ആയിട്ടുണ്ട്. സോ ബാങ്ക് അക്കൗണ്ട് ആഡായി, എല്ലാ കാര്യങ്ങളും ഓക്കെ ആയിക്കണം. ഇനി നമുക്ക് ഒന്നും ചെയ്യാനില്ല, ജസ്റ്റ് ഫണ്ട് ആഡ് ചെയ്യുക. അതിനുശേഷം ട്രേഡ് ചെയ്യാൻ തുടങ്ങുക, അത്രേ ചെയ്യാനുള്ളൂ. സോ ഇനി നമുക്ക് ജസ്റ്റ് കുറച്ച് ഫണ്ട് ആഡ് ചെയ്ത് നോക്കാം, ഒരു ഡെമോ കാണിക്കാൻ വേണ്ടിയിട്ട്. അതിന് ഇവിടെ UPI വഴിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 1 lakh വരെ ആഡ് ചെയ്യാം. അതല്ല അതിൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ ബാങ്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ നോ ലിമിറ്റാണ്, എത്ര രൂപ വേണമെങ്കിലും നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അപ്പോൾ എമൗണ്ട് നമുക്കൊരു ₹1000 ആഡ് ചെയ്യാം, ജസ്റ്റ് ഒരു ട്രയൽ പോലെ ട്രേഡ് എടുക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ആഡ് UPI ID, നമ്മളെ UPI ID ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളെ ഗൂഗിൾ പേയിൽ നോക്കി കഴിഞ്ഞാൽ കിട്ടും നമ്മളെ UPI ID എന്താണുള്ളത്. അവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. UPI ID ടൈപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ആഡ് കൊടുക്കാം. അപ്പോൾ വാലിഡ് ആയിട്ടുള്ള UPI ID ആണെന്നുണ്ടെങ്കിൽ അത് ആഡ് ആയിട്ടുണ്ടാവും. അതിനുശേഷം പേ 2000 അല്ല നമ്മൾ ആഡ് ചെയ്യാൻ നോക്കിയത് ₹1000 ആണ്. പേ നൗ അടിച്ച് നോക്കിയാൽ ഓക്കെ, ഒരു പേ നൗ അടിക്കുന്ന സമയത്ത് നമുക്കൊരു QR കോഡ് കിട്ടിയിട്ടുണ്ട്. ഈ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫണ്ട് ആഡ് ചെയ്യാൻ കഴിയും. അതായത് നമ്മുടെ ഫോണിൽ ₹1000 ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. QR കോഡ് സ്കാൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ രജിസ്റ്റർ ചെയ്ത UPI വെച്ചിട്ടുള്ള ഗൂഗിൾ പേയിൽ നിന്ന് തന്നെ സ്കാൻ ചെയ്യാൻ ശ്രദ്ധിക്കാം. പിന്നെ അത് സ്കാൻ ചെയ്തതിന് ശേഷം എമൗണ്ട് പേ ചെയ്യുക, ₹1000 ആണ്. അത് ഫോണിലൂടെ സെലക്ട് ചെയ്തതിന് ശേഷം പേ ചെയ്യുക. പേ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഐ ഹാവ് പെയ്ഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ
വെരിഫിക്കേഷൻ ഇൻ പ്രോഗ്രസ്. വി ആർ വെരിഫൈങ് ഇഫ് വി ഹാവ് റിസീവ്ഡ് ദ ഡെപ്പോസിറ്റ് ഫ്രം ദ രജിസ്റ്റേർഡ് ആ UPI നമ്മൾ രജിസ്റ്റർ ചെയ്ത് UPI നിന്ന് കിട്ടിയിട്ടുണ്ടോയെന്ന് നോക്കുകയാണ്. ഒരു 15 മിനിറ്റിനുള്ളിൽ റെഡി ആവുമെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. 15 മിനിറ്റിനുള്ളിൽ ആ എമൗണ്ട് വരും. 15 മിനിറ്റൊന്നും എടുക്കേണ്ട, വരെ പെട്ടെന്ന് തന്നെ വരാൻ മതിയാവും. ഓക്കെ, ഇത് അവിടെ അടിയിൽ കാണാൻ കംപ്ലീറ്റഡ് പൈസ കയറിയിട്ടുണ്ട്. 1000 റുപ്പീസാണ് നമ്മൾ ആഡ് ചെയ്ത്. 1000 റുപ്പീസ് കംപ്ലീറ്റഡ്. എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ കാണാം. ട്രാൻസാക്ഷൻ ID, ഓർഡർ ID എല്ലാം. സോ നമ്മളെ ഫണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞ്, ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്ത്, ഫണ്ട് ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ട്രേഡ് എടുക്കാനേ ഉള്ളൂ, വേറെ ഒന്നും നോക്കാനൊന്നുമില്ല. സോ നമ്മൾ അക്കൗണ്ട് ഓപ്പണിംഗ് ആയി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ കംപ്ലീറ്റ് പോകാൻ പോകുന്ന ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളിലേക്കാണ്. അതായത് നമ്മളെ ചാർട്ട്, അതേപോലെ എങ്ങനെ ട്രേഡ് എടുക്കാം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ, ലോട്ട് സൈസ്, അങ്ങനെയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ പോയി കഴിഞ്ഞാൽ മാർക്കറ്റിനുള്ള സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കാണാം. നമ്മൾ ട്രേഡ് എടുക്കാൻ പോകുന്ന ബിറ്റ്കോയിനിലേക്ക് ഈ ഒരു ഏരിയയിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ഫണ്ടിൻ്റെ എല്ലാ ഡീറ്റെയിൽസും കാണാം. എത്ര ഫണ്ട് ഉണ്ട്, അതിൻ്റെ ഡീറ്റെയിൽസ് ഡോളറിലായിട്ടും കാണാം, അതേപോലെ തന്നെ ഇന്ത്യൻ റുപ്പിയിലായിട്ടും കാണാം. സോ നമുക്ക് ഈസിയാണ് മനസ്സിലാക്കാനും കാര്യങ്ങളൊക്കെ. ഈ ഒരു അതിൻ്റെ ചിഹ്നം അവിടെ നോക്കി കഴിഞ്ഞാൽ അതൊക്കെ മാസ്ക് ചെയ്ത് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ അത് കാണിക്കേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ മാസ്കൊക്കെ ചെയ്ത് വെക്കാൻ പറ്റും. വീഡിയോൻ്റെ പർപ്പസിനൊക്കെ വേണ്ടിയിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. സോ എല്ലാ കാര്യങ്ങളും എല്ലാം എങ്ങനെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാന്നുള്ള എല്ലാ ഡീറ്റെയിൽസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നത്. നമ്മൾ ട്രേഡ് എടുക്കാൻ പോകുന്നത് ഈ ബിറ്റ്കോയിനിലായിരിക്കും. ബിറ്റ്കോയിൻ പെർപ്പച്വൽ എന്ന്. ഈ ബിറ്റ്കോയിൻ പെർപ്പച്വലിൻ്റെ ഒരു പ്രത്യേകത, അത് നമ്മൾ ട്രേഡിംഗ് വ്യൂവിൽ നോക്കുന്ന സമയത്ത് ഒരുപാട് ബിറ്റ്കോയിൻ കാണാൻ കഴിയും നമുക്ക്. ഞാൻ ജസ്റ്റ് ബിറ്റ്കോയിൻ്റെ ചാർട്ട് ട്രേഡിംഗ് വ്യൂവിൽ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇതിൽ തന്നെ ഓപ്പൺ ചെയ്യുന്നതാണ് ഈ ചാർട്ട്. നമ്മുടെ ഡെൽറ്റ എക്സ്ചേഞ്ചിലുള്ള ചാർട്ടാണ്. സോ ഈ സെയിം ചാർട്ട് നമുക്ക് ട്രേഡിംഗ് വ്യൂവിൽ കിട്ടുന്നുണ്ടെങ്കിൽ ഡെൽറ്റ എക്സ്ചേഞ്ചിൻ്റെ ബിറ്റ്കോയിൻ തന്നെ നമ്മൾ സെലക്ട് ചെയ്യണം. സോ നമ്മളിവിടെ ബിറ്റ്കോയിൻ അടിച്ചു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ പെർപ്പച്വൽ, അതിൻ്റെ പേരിവിടെ കാണിക്കുന്നില്ല. ഓക്കെ, ഇതവിടെ കാണാം, ബിറ്റ്കോയിൻ പെർപ്പച്വൽ എന്നാണ് ഇതിലുള്ളത്. സോ നമ്മൾ ബിറ്റ്കോയിൻ പെർപ്പച്വൽ തന്നെ ട്രേഡിംഗ് വ്യൂവിൽ സെർച്ച് ചെയ്ത് നോക്കണം. ഇതാ ബിറ്റ്കോയിൻ അടിക്കുന്ന സമയത്ത് ഒരുപാട് വരുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ബിറ്റ്കോയിൻ പെർപ്പച്വലിന് അടിച്ചു നോക്കാം. ബിറ്റ്കോയിൻ പെർപ്പച്വലിന് അടിക്കുന്ന സമയത്ത് ഡെൽറ്റ എക്സ്ചേഞ്ച് ഇന്ത്യൻ്റെ ബിറ്റ്കോയിൻ പെർപ്പച്വൽ കാണാം. അതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ ബാക്ക് ടെസ്റ്റിങ്ങും കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന ട്രേഡ്സും കാര്യങ്ങളൊക്കെയാണ്. അതൊന്നും ആവശ്യമില്ലാതെ നമുക്ക് ഒഴിവാക്കാം. അപ്പോൾ ഈ ഒരു ചാർട്ടാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ബിറ്റ്കോയിൻ പെർപ്പച്വലിൻ്റെ. ഒരു ട്രേഡ് മേലേക്ക് റണ്ണിങ് ആയിരുന്നു, അന്ന് എടുത്ത ട്രേഡല്ല, ഫുൾ ബാക്ക് ടെസ്റ്റിങ് കാര്യങ്ങളൊക്കെയാണ്. അതൊക്കെ നമുക്ക് ഒഴിവാക്കാം. അപ്പോൾ ബിറ്റ്കോയിൻ്റെ ഈ ഒരു വാല്യൂ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 96,599.5 ആ സെയിം വാല്യൂവിനായിരിക്കും ഇതിലുള്ളത്. 96,590 ഏകദേശം ആ ഒരു തൊട്ടടുത്തുള്ള പ്രൈസ് തന്നെയാണ് അതിൽ രണ്ടിലുള്ളത്. ഏകദേശം അല്ല, രണ്ടും കണക്ക് തന്നെയാണ്. പക്ഷേ നേരെ മറിച്ച് നമ്മൾ ബിറ്റ്കോയിൻ സെലക്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒരുപാട് ബിറ്റ്കോയിൻ കാണാം അവിടെ. അപ്പോൾ അതിലിപ്പോൾ ഒരുപാടെണ്ണം ഉണ്ട്. അതിലിപ്പോൾ നമ്മൾ വേറെ ബൈനാൻസിൻ്റെ ഒക്കെ എടുക്കാമെന്ന് വിചാരിക്കാം. അതിൻ്റെ വാല്യൂ നോക്കുകയാണെങ്കിൽ 96,684 ഇത് 590. സോ അത്രയും വ്യത്യാസമുണ്ട്. ഇതിൽ വരുന്നത് എത്ര? 590. സോ 600 ജില്ലാൻ്റെ കിട്ടിയിട്ട് നമുക്ക് കാര്യമില്ല. അതുകൊണ്ട് ഈ ഡെൽറ്റ എക്സ്ചേഞ്ചിൽ നമ്മൾ ഫ്യൂച്ചറിൽ ട്രേഡ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഫ്യൂച്ചറിൻ്റെ ചാർട്ട് തന്നെ നമ്മൾ സെലക്ട് ചെയ്യാൻ നോക്കാം. ബിറ്റ്കോയിൻ പെർപ്പച്വൽ ഫ്യൂച്ചർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഡെൽറ്റ എക്സ്ചേഞ്ചിൻ്റെ സംഭവം തന്നെ സെലക്ട് ചെയ്യാം. അങ്ങനെ ആകുമ്പോൾ അതിൽ ട്രേഡിംഗ് വ്യൂവിൽ നമുക്ക് ചാർട്ടും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഫുൾ സെറ്റാക്കാൻ പറ്റും. ഈ വിഡ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് ഫണ്ടിൽ വന്നിട്ട് വിഡ്രോ അടിച്ച് നോക്കി കഴിഞ്ഞാൽ അതിനുള്ള ഒരു വിൻഡോ അവിടെ വരും. നമ്മളെ നമ്പറും കാര്യങ്ങളൊക്കെ അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എത്ര രൂപയാണ് വിഡ്രോ ചെയ്യേണ്ടത് ആ എമൗണ്ട് ഇവിടെ അടിക്കുക. അപ്പോൾ 1000 ആണെന്നുണ്ടെങ്കിൽ 1000 അടിക്കാം. ആ സമയത്ത് ഇവിടെ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ വരും. അടിയിലേക്ക് പോയി നോക്കുകയാണെന്നുണ്ടെങ്കിൽ 0 ഫീ ആണ്. അതായത് ഫീസും കാര്യങ്ങളൊന്നുമില്ല. കംപ്ലീറ്റ് എമൗണ്ട് നമ്മളെ അക്കൗണ്ടിൽ വരുന്നതായിരിക്കും. യു വിൽ ഗെറ്റ് 1000. സബ്മിറ്റ് അടിച്ചാൽ മതി. പക്ഷേ ഇവിടെ വിഡ്രോവൽ ബാലൻസ് കാണിക്കുക 999.99 ഉള്ളത്. അതായത് ജസ്റ്റ് 0.01 റുപ്പീസ് എങ്ങനെ പിടിച്ചിട്ടുണ്ടാവും. സോ നമുക്ക് 999 അടിച്ചു കൊടുത്ത് നോക്കാം. ഓക്കെ, 99 അടിക്കുന്ന സമയത്ത് ആ വാണിംഗ് ഒക്കെ അവിടെ നിന്ന് ഒഴിവായിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ അടിച്ചു കൊടുത്താൽ ആ കംപ്ലീറ്റ് എമൗണ്ട് നമ്മളെ അക്കൗണ്ടിൽ വരുന്നതാണ് പറയുന്നത്. 0 ഫീ ആണെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഞാൻ പഠിക്കുന്നില്ല, നമുക്ക് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്ത ഫണ്ടാണ്. സോ അത് അക്കൗണ്ടിലേക്ക് തിരിച്ചെടുക്കുന്നില്ല, അവിടെ കിടന്നോട്ടെ. നമുക്ക് നല്ല നല്ല ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റീസൊക്കെ നോക്കി നോക്കാം. അങ്ങനെ ഫണ്ട്സിൻ്റെ കാര്യങ്ങളൊക്കെ ഏകദേശം ഓക്കെ ആയിട്ടുണ്ട്. ഇനി ബാക്കോട്ട് തന്നെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ട്രേഡിംഗ് പാനലാണ്. ചാർട്ടും എൻട്രി എടുക്കാനുള്ള എല്ലാ സംഭവങ്ങളൊക്കെ ഇവിടെ കാണാം. അപ്പോൾ ഇനി ഇതാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാനുള്ളത്. അതായത് മാർക്കറ്റ് ഓർഡർ, ലിമിറ്റ് ഓർഡർ, സ്റ്റോപ്പ് ലോസ് ഓർഡർ, ലിവറേജ്, ഓരോ പെർസെൻറ്റേജ്, ലോട്ട് സൈസ്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ അതും കൂടെ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നില്ല. ജസ്റ്റ് അക്കൗണ്ട് എങ്ങനെ ഓപ്പൺ ചെയ്യാം, അതിലേക്ക് ഫണ്ട് എങ്ങനെ ആഡ് ചെയ്യാം, ഫണ്ട് എങ്ങനെ വിഡ്രോ ചെയ്യാം, അങ്ങനെയുള്ള ഡീറ്റെയിൽസ്, അതായത് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം ഈ ഒരു വീഡിയോയിലൂടെ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു.
സോ അക്കൗണ്ട് എല്ലാവരും ഓപ്പണൊക്കെ ചെയ്ത് റെഡി ആയിട്ടിരിക്കുക. ഇനി വരുന്ന വീഡിയോസിൽ ഇതിനെ പറ്റിയിട്ടൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും, അതായത് ലോട്ട് സൈസിൻ്റെ പറ്റിയിട്ടും എല്ലാ സംഭവങ്ങളും. ഇവിടെ വേറൊരു ഓപ്ഷനും കൂടെ ഉണ്ട്, ജോയിൻ ഫ്യൂച്ചേഴ്സ് സ്കാൽപ്പിംഗ് ഓഫർ എന്ന് പറഞ്ഞിട്ട്. അതായത് ഫസ്റ്റ് 15 മിനിറ്റിനുള്ളിൽ തന്നെ നമ്മൾ ട്രേഡ് എടുത്തിട്ട് ഫസ്റ്റ് 15 മിനിറ്റിനുള്ളിൽ തന്നെ അത് എക്സിറ്റ് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ചാർജ് വരില്ല എന്നാണ് പറഞ്ഞത്. അത് ജസ്റ്റ് ജോയിൻ കൊടുത്ത് നോക്കാം. സക്സസ്ഫുൾ എൻറോൾഡ് ആയിട്ടുണ്ട്. ജസ്റ്റ് കുറച്ച് സമയത്തേക്ക് എങ്ങനെയുള്ള ഓഫറാണെന്ന് തോന്നുന്നുണ്ട്. എന്തായാലും അവിടെ കിടക്കട്ടെ. നമ്മൾ ട്രേഡ് എടുത്ത് കഴിഞ്ഞിട്ട് 15 മിനിറ്റിനുള്ളിൽ എക്സിറ്റ് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫീസ് വേണ്ടെന്നാണ് പറയുന്നത്. 15 മിനിറ്റിലും കൂടുതലാവുകയാണെന്നുണ്ടെങ്കിലുള്ളൂ ഫീസ് വേണ്ടി വരുള്ളൂ, ചാർജ് വരുള്ളൂ. അത് അവിടെ നിൽക്കട്ടെ. അപ്പോൾ ബാക്കി കാര്യങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി ഡീറ്റെയിൽസൊക്കെ ട്രേഡ് ചെയ്യുന്നതിനെ പറ്റിയുള്ള ബാക്കി ഡീറ്റെയിൽസൊക്കെ പുതിയ വീഡിയോസിൽ കാണാം. അതേപോലെ തന്നെ ട്രേഡ് എടുക്കുന്നതിനെ പറ്റിയുള്ള ഒരു വീഡിയോ കൂടെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ലൈവ് മാർക്കറ്റിൽ നിന്ന് ചെയ്യുന്ന സംഭവം പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ അതിനെല്ലാത്തിനും വേണ്ടി സ്റ്റേ ട്യൂൺഡ്.